ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയോടെ പോവുകയാണ്. അപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടി മണീസൊക്കെ എല്ലാവരും റെഡിയായി നിൽക്കുക. ഞങ്ങൾ വണ്ടിയിൽ ഷോർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഫുള്ളും ഞാൻ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ അമ്മ, എൻ്റെ മോള് പാറു. പിന്നെ പാറുവിനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് ചിരി വരിക. പിന്നെ ഇതെൻ്റെ പപ്പ കാണുമ്പോൾ ഇച്ചിരി ദേഷ്യക്കണ്ണാന്ന് തോന്നും, പക്ഷെ പാവം കേട്ടോ. ഇതെൻ്റെ നാത്തൂൻ്റെ കയ്യിൽ നാത്തൂൻ്റെ പിള്ളേർ രണ്ടുപേരും ഇരിക്കുക. പിന്നെ ഇതാണ് എൻ്റെ സഹോദരൻ വണ്ടി ഓട്ടിക്കുന്നതുകൊണ്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. അപ്പോഴെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേളയിലാണ് ആഹാരം ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ചെക്കപ്പ് എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല, ഞാൻ പ്രസവം നടത്തിയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ബ്ലഡ് ടെസ്റ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിൽ കൊണ്ടുപോയി കുട്ടികൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. ഊഞ്ഞാലിലും പിന്നെ ട്രെയിനിൽ കയറാൻ പറ്റിയില്ല, വേളിയിൽ കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അവരുടേതായ ഇഷ്ടത്തിലും കളിച്ച് നടന്നു. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് നേരെ വെട്ടുകാട് ചർച്ചിലാട്ടോ പോയത്. നമ്മൾ ട്രിവാൻഡ്രത്ത് മിക്കവാറും എന്തെങ്കിലും പോകുന്നതെങ്കിൽ വെട്ടുകാട് ചർച്ചിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. അപ്പം എൻ്റെ നാത്തൂൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി വരിക. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറി അറിയാമായിരിക്കുമല്ലേ, പിള്ളേരുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ. അമ്പാടിക്കും ഉണ്ണിക്കുട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അതാണല്ലോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളും കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നില്ല കേട്ടോ. ഹസ്ബൻഡിന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടെ വരാൻ പറ്റിയില്ല. ഹസ്ബൻഡിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. പിന്നെ പിന്നെ ഞങ്ങൾ നേരെ കോവളം ബീച്ചിലാണ് പോയത്. കോവളം ബീച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ബീച്ചിൽ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിൻ്റെ വീഡിയോ അത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര തന്നെ ഗൈസ്, ഞങ്ങളുടെ ഒരു ദിവസം ഇതാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന വീഡിയോക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഓക്കെ, ബൈ.